പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത. മാർച്ച് മാസത്തെ പെൻഷൻ തുക വിതരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നു. 605 കോടി രൂപയാണ് കടമെടുക്കുന്നത്. കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം മാർച്ച് 11 ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ-കുബർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ 50% കേരളം വെട്ടിച്ചുരുക്കിയിരുന്നു. ഓരോ വകുപ്പുകളും അതിനനുസരിച്ച് നേരത്തെ ഇറക്കിയ ഭരണാനുമതി ഉത്തരവുകൾ പുതുക്കിയിറക്കിയിരുന്നു. അതേ അവസരത്തിൽ ഓരോ വകുപ്പുകളും വരുമാനമുയർത്താൻ തങ്ങളുടെ സർവീസുകളുടെ ഫീസുകൾ കുത്തനെ ഉയർത്തുകയും ചെയ്തു. 100% വരെ ഫീസ് ഉയർത്തിയ വകുപ്പുകളുമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും അടക്കം ലഭിക്കാനുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് തടഞ്ഞുവച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് പുതിയ അറിയിപ്പ് എത്തിയിരിക്കുന്നത്. ചൊവ്വാഴ്ച കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിലാണ് വിതരണ നടപടികൾ എളുപ്പമായിരിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 3 മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയാണ്. തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്നു എന്നുള്ള ധനമന്ത്രിയുടെ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിംഗിൽ നിന്നും പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇനിയുള്ള പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹതയുള്ളത്. പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഗുണഭോക്താക്കളുടെ താൽപര്യപ്രകാരം സാമൂഹിക സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. 200, 300, 500 ഇത്തരത്തിൽ കുറവ് വന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവ വാങ്ങുന്ന 8 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് 24,30,89,000 കോടി രൂപ അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറവ് വന്ന തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവും. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുക എത്തിച്ചേരുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.